ഹായ് എവ്രിവൺ. കഴിഞ്ഞ സെഷനിൽ നമ്മൾ കേരള യൂണിവേഴ്സിറ്റി 6th സെമസ്റ്ററിലെ എല്ലാ 1 മാർക്ക് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാം, ഒന്ന് കണ്ടു നോക്കുക. ഈ സെഷനിൽ നമുക്ക് എല്ലാ 2 മാർക്ക് ക്വസ്റ്റ്യൻസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ PYQ ക്വസ്റ്റ്യൻ പേപ്പറാണ് 11 to 22. നമുക്ക് ഈ കാര്യങ്ങളൊന്ന് നോക്കിക്കാണാം. വീഡിയോ ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഫ്രണ്ട്സിനോടൊപ്പം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഏതായാലും നമുക്ക് സെഷനിലേക്ക് പോകാം. നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് നിങ്ങളോട് വർക്ക് ഡണ്ണും ഡബ്ല്യൂയും ഡെൽറ്റയും ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജിയും കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഒരു കൺവേർഷൻ നടക്കുന്നുണ്ട് അല്ലേ. നോക്കിക്കോളൂ, ഇവിടെ കൺവേർഷൻ ഓഫ് 1 മോൾ ഓഫ് വാട്ടർ. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, ഇവിടെ കുറേ ട്രാപ്സ് ഉണ്ട്. നിങ്ങളെ ട്രിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 1 മോൾ ഓഫ് വാട്ടർ എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 100 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് എവിടത്തേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്? യെസ്, സ്റ്റീമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. ഇവിടെ എന്താണ്? 1 ATM പ്രഷർ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ വർക്ക് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഇവിടെ നോക്കൂ, ഇത് ലിക്വിഡ് ആണല്ലേ, ആൻഡ് ദിസ് ഈസ് ആക്ച്വലി എന്താണ്? ഗ്യാസ് ആണ്. അങ്ങനെയാണെങ്കിൽ ലിക്വിഡിൽ നിന്ന് ഗ്യാസിലേക്ക് പോകുമ്പോൾ ഇവിടെ എന്തായിരിക്കും? വോളിയം. ഓഫ് കോഴ്സ് വോളിയം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ്പാൻഷൻ ആണ് അല്ലേ. അതായത് ദിസ് ഇസ് ദ വർക്ക് ഡൺ ആരാണ് ചെയ്തിരിക്കുന്നത്? യെസ്, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണ്. വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റത്തിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? -P/dV അല്ലേ. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു -P/dV. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? പ്രഷർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലേ. പ്രഷർ എന്താണ്? 1 ATM ആണ്. യെസ്, പക്ഷേ നമുക്ക് DV ചേഞ്ച് ഇൻ വോളിയം അറിയത്തില്ല അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ചേഞ്ച് ഇൻ വോളിയം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ്? ലിക്വിഡിൻ്റെ വോളിയവും അറിയണം നമുക്ക്, അതേപോലെ സ്റ്റീമിൻ്റെ വോളിയവും നമുക്ക് അറിയണം. അപ്പോൾ ലിക്വിഡിൻ്റെ വോളിയം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇവിടെ നോക്കൂ, നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? യെസ്, 1 മോൾ ഓഫ് വാട്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1 മോളിൻ്റെ വോളിയം എത്രയായിരിക്കും? നോക്കൂ, 1 മോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആക്ച്വലി 18 ഗ്രാം എന്ന് എനിക്ക് എഴുതാൻ പറ്റത്തില്ലേ. അപ്പോൾ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്ന് നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ എനിക്ക് വോളിയം ഇസ് ഈക്വൽ ടു മാസ് ബൈ ഡെൻസിറ്റി എന്ന് എഴുതാലോ. ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്രയാണ്? ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇസ് ഈക്വൽ ടു 1 gram per cc അല്ലേ. അപ്പോൾ എൻ്റെ മാസ് എത്രയാണ്? 18 ആണ്. അപ്പോൾ ഡെൻസിറ്റി എത്രയാണ്? 1 ആണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ml എന്ന് പറയുന്നത് എത്രയായിരിക്കും? എൻ്റെ വോളിയം എന്ന് പറയുന്നത് 18 ml ആയിരിക്കും. ഇനി അതായത് 1 മോൾ വാട്ടറിൻ്റെ വോളിയം എന്ന് പറയുന്നത് നോക്കിക്കോളൂ, ഇറ്റ് ഈസ് ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്താൽ എന്തായിരിക്കും? 18 × 10⁻³ ലിറ്റർ ആയിരിക്കും. ക്ലിയർ ആണല്ലോ. യെസ്, ഇനി സ്റ്റീമിൻ്റെ വോളിയം എങ്ങനെയായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുക? വോളിയം ഓഫ് സ്റ്റീം നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഐഡിയൽ ഗ്യാസ്, ഇതൊരു ഗ്യാസ് ആണ് അല്ലേ. അപ്പോൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. PV ഇസ് ഈക്വൽ ടു nRT അല്ലേ. അങ്ങനെയാണെങ്കിൽ V എന്തായിരിക്കും? യെസ്, nRT/P എന്ന് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. വോളിയം ഇസ് ഈക്വൽ ടു എന്ത് വരും? N എത്രയാണ്? 1. ആറിൻ്റെ വാല്യൂ എന്തായിരിക്കണം? 0.0821 അല്ലേ. 0.0821 ഇൻറ്റു ടെമ്പറേച്ചർ എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്, 300 ബൈ പി എത്രയാണ്? യെസ്, 1. ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 30.6 ലിറ്റർ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? -P/dV. പ്രഷർ എത്രയാണ്? യെസ്, 1 ആണ്. ആൻഡ് ഇവിടെ നിങ്ങൾ നോക്കണം, ഇതെത്രയാണ്? 30.6 ആണ് അല്ലേ. 30.6 നമ്മുടെ സ്റ്റീമിൻ്റെ വോളിയാണ് അല്ലേ. വോളിയം ഓഫ് വാട്ട്? സ്റ്റീം. വോളിയം ഓഫ് സ്റ്റീം. ഇനി വോളിയം ഓഫ് ലിക്വിഡ് എത്രയാണ്? 18 × 10⁻³ ലിറ്റർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വോളിയം ഓഫ് സ്റ്റീം മൈനസ് നിങ്ങൾക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വോളിയം ഓഫ് ലിക്വിഡ് അല്ലേ. ആൻഡ് യു നോ ദാറ്റ് വോളിയം ഓഫ് സ്റ്റീം ഈസ് അല്ലേ, ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? വെരി വെരി ഗ്രേറ്റർ ആണ് ലിക്വിഡിനേക്കാളും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് അപ്രോക്സിമേറ്റ്ലി എന്ത് ചെയ്യാം? യെസ്, വോളിയം ഓഫ് സ്റ്റീം എന്ന് തന്നെ നമുക്ക് എഴുതാൻ പറ്റും. കാരണം ഇതെന്താണ്? ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ ആണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? യെസ്, ഇൻറ്റു 30.6 എന്ന് ഞാൻ മൾട്ടിപ്ലൈ ആണ്. അതായത് നെഗറ്റീവ് ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? യെസ്, -30.6 ലിറ്റർ ATM എന്ന് വരും. ഓക്കെ, അപ്പോൾ വർക്ക് ഡണ്ണിനെ ഞാൻ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി
-30.6 ഇൻറ്റു 101.3 ജൂൾ എന്ന് വരും. ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് -3100 ജൂൾ അല്ലെങ്കിൽ -3.1 കിലോ ജൂൾ എന്ന് നമുക്ക് കിട്ടും. ദിസ് ഇസ് ദി വർക്ക് ഡൺ. ഇനി നിങ്ങളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിയാണ്. ഇൻറ്റേർണൽ എനർജി ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് എന്താണ് ഡബ്ല്യു അല്ലേ? അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു എത്രയാണ് ഡബ്ല്യു നമ്മൾ കണ്ടു കഴിഞ്ഞു. ക്യൂ എത്രയാണ് തന്നിരിക്കുന്നത്? യെസ്, ക്യൂ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? എത്രയാണ്? 40,670. 40670 ജൂൾ മൈനസ് നമ്മുടെ വർക്ക് ഡൺ നമ്മളിപ്പോൾ കണ്ടു എത്രയാണ്? യെസ്, 3100 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സബ്സ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് വോട്ട് 37,570 എന്ന് വരും. അല്ലെങ്കിൽ ദാറ്റ് വിൽ ബി 37.57 കിലോ ജൂൾ എന്നും നമുക്ക് എഴുതാൻ പറ്റും. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? വർക്ക് ഡണ്ണും കണ്ടുപിടിച്ചു, അതേപോലെ തന്നെ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിയും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എന്താ ചോദിച്ചിരിക്കുന്നത്? ഫോർ എൻ ഐസോതെർമൽ എക്സ്പാൻഷൻ. എന്താണ് ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ? എന്താണ്? ടെമ്പറേച്ചർ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഡെൽറ്റ ടി എന്തായിരിക്കും? 0 ആയിരിക്കും. പ്രൂവ് ദാറ്റ് ഡെൽറ്റ യു ആൻഡ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു 0. ഞാൻ ഡെൽറ്റ യുവിനെ പറ്റി പറയുമ്പോൾ കഴിഞ്ഞ സെഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആക്ച്വലി യുവർ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഈസ് എ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. അതായത് നിങ്ങളുടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്ത് ചെയ്യത്തുള്ളൂ? ഇൻക്രീസ് ചെയ്യത്തുള്ളൂ. അതായത് ഇവിടെ എന്താണ്? യുവർ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഈസ് ആക്ച്വലി എന്താണ്? 0 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഡെൽറ്റ യുവും എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. ഇൻറ്റേർണൽ എനർജി ചേഞ്ചസ് വിത്ത് വോട്ട്? ഇൻറ്റേർണൽ എനർജി ചേഞ്ചസ് only with what? Only with the change in temperature. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എത്രയാണ്? 0 ആണ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഡെൽറ്റ യു എന്തായിരിക്കും? 0 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി ഡെൽറ്റ എച്ച് എന്താണ്? ചേഞ്ച് ഇൻ എൻതാൽപ്പി അല്ലേ? ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ പി വി ആണ് അല്ലേ? അപ്പോൾ പി വി ഇസ് ഈക്വൽ ടു എന്തെഴുതാൻ പറ്റും? എൻ ആർ ടി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു നോക്കിക്കോളൂ, ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി. നോക്കിക്കോളൂ, എന്താണ്? ഡെൽറ്റ യു എന്താണ്? 0 ആണ്. എൻ കോൺസ്റ്റൻ്റ് ആണ്, ആർ കോൺസ്റ്റൻ്റ് ആണ്, ടെമ്പറേച്ചറും എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ ചേഞ്ച് എന്തായിരിക്കും? യെസ്, എഗെയിൻ എന്തായിരിക്കും? 0 ആയിരിക്കും. വിച്ച് മീൻസ് നിങ്ങളുടെ ഡെൽറ്റ എച്ചും എന്തായിരിക്കും? 0 ആയിരിക്കും. ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു ഡെൽറ്റ യു എന്തായിരിക്കും? 0 ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം ഐസോതെർമൽ ആണെങ്കിൽ ഐസോതെർമലിൽ നിങ്ങളുടെ ഡെൽറ്റ പി വിയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഡെൽറ്റ എച്ച് എന്തായിരിക്കും? ചേഞ്ച് ഇൻ എൻതാൽപ്പി 0 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? യെസ്. 12th ക്വസ്റ്റ്യൻ. ഇനി 13th ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് 0 പോയിന്റ് എനർജി ഇൻ IR സ്പെക്ട്രോസ്കോപ്പി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇത് ഇത്രയാണ് പറയുന്നത്, ഇറ്റ് റെഫേഴ്സ് ടു ദി നോക്കിക്കോളെ, ഡെഫിനിഷൻ ഇങ്ങനെയാണ്, ഇറ്റ് റെഫേഴ്സ് ടു ദി ലോവസ്റ്റ് പോസിബിൾ എനർജി നോക്കിക്കോളൂ, പോസിബിൾ എനർജി എ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം ഹാവ് ഈവൺ അറ്റ് absolute 0 temperature. ഓക്കെ, എന്താണ്? 0 കെൽവിൻ. 0 കെൽവിനിലും നോക്കിക്കോളെ, 0 കെൽവിനിലും ഇവിടെ എന്തുണ്ടാവും? ലോവസ്റ്റ് ഒരു എനർജി പോസിബിൾ ആയിരിക്കും. വിച്ച് ഇസ് ഗിവൺ ബൈ വാട്ട്? യെസ്, ഇസ് ഈക്വൽ ടു ഹാഫ് എച്ച് ന്യൂ. അതായത് വൈബ്രേഷണൽ എനർജി പ്രസൻ്റ് ആയിരിക്കും. വൈബ്രേഷണൽ എനർജി. വാട്ട് ഈസ് ന്യൂ? ന്യൂ ഈസ് ആക്ച്വലി എന്താണ്? യെസ്, വൈബ്രേഷണൽ ഫ്രീക്വൻസി. ഇത്രയടാ പറയുന്നുള്ളൂ. 0 കെൽവിനിലാണെങ്കിലും ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിന് എനർജി പോസിബിൾ ആയിരിക്കും. ആ എനർജി എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഹാഫ് എച്ച് ന്യൂവിന് ഈക്വൽ ആയിരിക്കും. ഓൾറൈറ്റ്, ദാറ്റ് ഈസ് കോൾഡ് വാട്ട്? 0 പോയിന്റ് എനർജി. ഓൾറൈറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഡെഡ്യൂസ് ഗിബ്സ് ഡുഹം ഇക്വേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഗിബ്സ് ഡുഹം ഇക്വേഷൻ? ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിൻ്റെ കമ്പണൻസിൻ്റെ ചേഞ്ചസ് ഇൻ കെമിക്കൽ പൊട്ടൻഷ്യൽ
ഇത് പറയുന്ന ഇക്വേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗിബ്സ് ഡുഹം ഇക്വേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ലൈക്ക് ദിസ്. ഡി ജി ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, മൈനസ് എസ് ഡി ടി പ്ലസ് വി ഡി പി പ്ലസ് എന്തായിരിക്കും μ1 μ1 dn1 പ്ലസ് എന്തായിരിക്കും μ2 dn2 പ്ലസ് എന്തായിരിക്കും μ3 dn3 പ്ലസ് എന്തായിരിക്കും യെസ് ഇങ്ങനെ μi dni എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇനി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ നോക്കണം. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈ രണ്ട് ടേംസ് എന്തായിരിക്കും? 0 ആവും അല്ലെ. ഡി പിയും ഡി ടിയും എന്താവും? 0 ആവും. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് സംതിങ് ലൈക്ക് ദിസ്. ഡി ജി ഇസ് ഈക്വൽ ടു μ1 dn1 പ്ലസ് μ2 dn2 പ്ലസ് μ3 dn3 പ്ലസ് എന്തായിരിക്കും? യെസ് μi dni എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഞാനിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ജി ഇസ് ഈക്വൽ ടു എന്ത് വരും? യെസ് μ1 n1 പ്ലസ് ഇങ്ങനെ വരും അല്ലേ. μ1 n1 പ്ലസ് μ2 n2 പ്ലസ് എന്തായിരിക്കും? യെസ് μ3 n3 പ്ലസ് എന്തായിരിക്കും? യെസ് μi ni എന്ന് വരും. ആൻഡ് വാട്ട് ഈസ് mu ആക്ച്വലി? mu represents what? Chemical potential of the component. Chemical potential. ഓക്കെ, ഏത് കമ്പോണൻറ്റ്? ഓഫ് സെക്കൻഡ് കമ്പോണൻറ്റ് അല്ലേ. ഇതാകുമ്പോൾ ith കമ്പോണൻറ്റ്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ ഇനി നോക്കിക്കോളൂ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിന് ഒരു പ്രാവശ്യം കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. ഓക്കെ, കംപ്ലീറ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. അങ്ങനെയാകുമ്പോൾ ഐ വിൽ ബി ഗെറ്റിംഗ് സംതിങ് ലൈക്ക് ദിസ്. ഡി ജി ഇസ് ഈക്വൽ ടു വാട്ട്? യെസ്, ഇവിടെ μ1 dn1 പ്ലസ്, അതായത് ഒരു പ്രാവശ്യം ഞാൻ എന്തിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും? യെസ്, നമ്മുടെ എന്നിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. ഓക്കെ, അടുത്തതിൽ എന്തായിരിക്കും? യെസ് പ്ലസ് എന്തായിരിക്കും? n1. ഇനി എന്ത് ചെയ്യും? കെമിക്കൽ പൊട്ടൻഷ്യലിനെ ഞാൻ എന്ത് ചെയ്യും? ഡിഫറൻഷ്യേറ്റ് ചെയ്യും. പ്ലസ് n2 d μ2, ഇത് 1 ആണ് കേട്ടോ. പ്ലസ് എന്തായിരിക്കും? ni n3 d μ3 പ്ലസ് എന്തായിരിക്കും? യെസ് d μi, ഇവിടെ എന്ത് വരും? ni എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ആൻഡ് യു നോ ദിസ് റൈറ്റ്. ഈ ഡി ജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വാല്യൂ തന്നെയാണ് അല്ലേ. ഇത്രയും വാല്യൂ എന്ന് പറയുന്നത് μ1 dn1 അപ് ടു μi dni എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? യെസ്, ഇത് എന്ത് തന്നെയാണോടാ? ഡി ജി ആണ്. അതായത് ഇൻ എസൻസ് എനിക്ക് എന്ത് എഴുതാം? ഈ വാല്യൂ ഇത് രണ്ടും എന്ത് ക്യാൻസൽ ചെയ്ത് പോകും. അതായത് n1 d μ1 പ്ലസ് n2 d μ2 പ്ലസ് n3 d μ3 പ്ലസ് എന്തായിരിക്കും? ni d μi ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? 0 എന്ന് എനിക്ക് എഴുതാം. അല്ലെങ്കിൽ സിംപ്ലി ഐ ക്യാൻ റൈറ്റ് സിഗ്മ ni d μi ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? 0. ദിസ് ഈസ് യുവർ ഗിബ്സ് ഡുഹം ഇക്വേഷൻ. ഓക്കെ, ഇവിടെ എന്തായിരിക്കും? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കാനുള്ളത്. അടുത്തത് എന്താണ്? ബോസോൺസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇവരെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ബോസോൺസ് ആർ പാർട്ടിക്കിൾസ് വിത്ത് ഇൻറ്റിജർ സ്പിൻ. വിത്ത് വാട്ട്? ഇൻറ്റിജർ സ്പിൻ എന്ന് പറയുമ്പോൾ 0 1 2 3 എക്സെട്ര. that follows Bose-Einstein statistics. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്തായിരിക്കും? ഫോട്ടോൺസും അതേപോലെ മീസോൺസ് ഒക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇനി അൺലൈക്ക് ഫെർമിയോൺസ് ആണെങ്കിൽ ഇവരെന്തായിരിക്കും? ഇവർക്ക് ഫെർമിയോൺസ് ഹാവ് ഹാഫ് ഇൻറ്റിജർ. എന്താണ്? ഹാഫ് ഇൻറ്റിജർ സ്പിൻസ് ലൈക്ക് വാട്ട്? 1/2 3/2 5/2. ഓക്കെ, ഫെർമിയോൺസിനെ പോലെയല്ല, ഇവർക്ക് എന്തായിരിക്കും? ഇൻറ്റിജർ സ്പിൻ ആയിരിക്കും പാർട്ടിക്കിൾസ്. ഓക്കെ, എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഫോട്ടോൺസും മീസോൺസും. ക്ലിയർ? യെസ്. അടുത്തത് എന്താ ചോദിച്ചിരിക്കുന്നത്? ഡിഫൈൻ എഫിഷ്യൻസി ഓഫ് എ കാർനോട്ട്
ഹീറ്റ് എഞ്ചിൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ കാർനോട്ട് എഞ്ചിനൊക്കെ പറയും അല്ലേ. അപ്പോൾ എഫിഷ്യൻസി ആണ് ചോദിച്ചിരിക്കുന്നത്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്നു, എത്രത്തോളം ഔട്ട്പുട്ട് കിട്ടുമോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എഫിഷ്യൻസി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസിയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഇങ്ങനെ ദ റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് വർക്ക് അല്ലെ, ഔട്ട്പുട്ട് വർക്ക് ടു ദി ഹീറ്റ് ഇൻപുട്ട്. ദാറ്റ് മീൻസ് it refers how efficiently a heat engine converts heat energy to എന്താണ്? യെസ്, മെക്കാനിക്കൽ വർക്ക്. ഓക്കെ, എഫിഷ്യൻസി എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക? യെസ്, ഈറ്റ അല്ലേ. ഈറ്റ ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് വർക്ക് ബൈ എന്തായിരിക്കും? ഹീറ്റ് ഇൻപുട്ട്. ആൻഡ് ഈറ്റ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? യെസ്, ഇറ്റ് ഈസ് Q1 മൈനസ് Q2 ബൈ Q1 ആയിരിക്കും. ഹീറ്റ് ഇൻപുട്ട് എത്രയാണ്? യെസ്, ഹീറ്റ് ഇൻപുട്ട് ഇസ് ഈക്വൽ ടു Q1 ആയിരിക്കും. ഔട്ട്പുട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡിഫറൻസ് ഇൻ എന്തായിരിക്കും? നമ്മുടെ ഹീറ്റ് അബ്സോർബ്ഡ് ആൻഡ് Q2 എന്താണ്? ഹീറ്റ് റിജക്റ്റഡ് അല്ലേ. ഹോട്ട് റിസർവയറും കോൾഡ് റിസർവയറും. അങ്ങനെയാണെങ്കിൽ ഈറ്റ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 1 മൈനസ് Q2 ബൈ Q1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ദിസ് ഇസ് ദി മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഫോർ യുവർ എഫിഷ്യൻസി. ഇനി ഇതേ സംഭവം നമ്മൾ ഐഡിയൽ ഗ്യാസ് കാർനോട്ട് എഞ്ചിൻ്റെ കേസിലൊക്കെയാണ് പറയുന്നതെങ്കിൽ, കാർനോട്ട് എഞ്ചിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ഈറ്റ ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? 1 മൈനസ് T2 ബൈ T1 എന്ന് എഴുതാം. ഇത് ഹോട്ട് റിസർവോയറിൻ്റെ ടെമ്പറേച്ചർ ആയിരിക്കും. ഇതെന്തായിരിക്കും? T1 എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൾഡ് റിസർവോയറിൻ്റെ ടെമ്പറേച്ചർ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 16 ക്ലിയർ ആണ്. അടുത്തത് എന്താണ്? ഹൗ മെനി ലൈൻസ് ദർ വിൽ ബി ഇൻ ദി ESR സ്പെക്ട്രം ഓഫ് മീത്തൈൽ റാഡിക്കൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മീത്തൈൽ റാഡിക്കൽ അപ്പോൾ എന്തായിരിക്കും? CH3 റാഡിക്കലാണ്. CH3 റാഡിക്കൽ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്പർ ഓഫ് ലൈൻസ് ആണെങ്കിൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. നമ്പർ ഓഫ് ലൈൻസ് ഇസ് ഈക്വൽ ടു 2ni പ്ലസ് എന്തായിരിക്കും? 1. ഓക്കെ, അപ്പോൾ ഐ എത്രയാണ്? യെസ്, എത്രയാണ് ഇവിടെ? നമ്പർ ഓഫ് ഹൈഡ്രജൻസ് ഐഡൻറ്റിക്കൽ എത്രയാണ്? 3 ആണ് അല്ലേ. അങ്ങനെയാകുമ്പോൾ 2 × 3 ഐ വാല്യൂ എത്രയാണ്? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. വിച്ച് ഇസ് 1/2 പ്ലസ് എന്തായിരിക്കും? 1 വിച്ച് ഇസ് ഈക്വൽ ടു 4. ഇവിടെ ഇക്വാലൻറ്റ് നോക്കണേ. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇക്വാലൻറ്റ് നമ്പർ ഓഫ് ഹൈഡ്രജൻസ് എത്രയാണ്? യെസ്, 3 എണ്ണമാണ്. ഓക്കെ, മീഥൈൽ റാഡിക്കൽ. അപ്പോൾ എത്രയായിരിക്കും? നമ്പർ ഓഫ് ലൈൻസ് 4 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഫ്രാങ്ക് കോഡോൺ പ്രിൻസിപ്പിൾ. ഈസി ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് അല്ലേ. എന്താ പറഞ്ഞിരിക്കുന്നത്? which states that during electronic transitions the nuclear position of the molecule remains unchanged. അതായത് ഇത്രയേ ഉള്ളൂ. ഇലക്ട്രോണിക് ട്രാൻസിഷൻ്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? യെസ്, ന്യൂക്ലിയർ പൊസിഷൻസ് എന്തായിരിക്കും? നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ന്യൂക്ലിയർ പൊസിഷൻസ് റിമെയിൻ അൺചേഞ്ച്ഡ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദി ഇലക്ട്രോണിക് ട്രാൻസിഷൻ എന്താണ്? മച്ച് ഫാസ്റ്റർ ദാൻ ന്യൂക്ലിയർ മോഷൻ. ഇത് കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇലക്ട്രോണിക് ട്രാൻസിഷൻ എന്തായിരിക്കും? വെരി ഫാസ്റ്റ് ആയിരിക്കും വെൻ കമ്പയർഡ് ടു ന്യൂക്ലിയർ മോഷൻ. അതുകൊണ്ട് തന്നെ ഇവരെന്തായിരിക്കും? ഇവരുടെ ന്യൂക്ലിയർ മോഷൻ എന്തായിരിക്കും? അൺചേഞ്ച്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ എടുക്കും. സോ ദിസ് ഈസ് ആക്ച്വലി ഫ്രാങ്ക് കോഡോൺ പ്രിൻസിപ്പിൾ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 19, എക്സ്പ്ലെയിൻ ദ ടേം പാരക്കോ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? It's a constant that relates what? That relates surface tension of a liquid and to its molecular volume. And it is given as P is equal to m gamma raised to 1/4 divided by what? D. What is D? D is density. Your gamma is your surface tension.
surface tension, and m is your molar mass. Molar mass. This is paracarb. Okay. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ആർ ദ സിമെട്രി എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ബെൻസീൻ മോളിക്യൂൾ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സിമെട്രി എലമെൻറ്റ്സ് ഏതൊക്കെയാണ് ബെൻസീനിൽ പ്രസൻ്റ് ആയിരിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പോൾ എന്തായിരിക്കും? ഓഫ് കോഴ്സ് C6 പ്രിൻസിപ്പൽ ആക്സിസ് ആയിട്ട് പ്രസൻ്റ് ആയിരിക്കും. പിന്നെ എന്തായിരിക്കും? നിങ്ങൾക്ക് 6 C2 ആക്സിസ് ഉണ്ടാകും. പിന്നെ 2 C3 ആക്സിസ് ഓഫ് റൊട്ടേഷനും നിങ്ങൾക്ക് ഉണ്ടാകും. ഓക്കെ. ആൻഡ് യു വിൽ ബി ഹാവിങ് 3 സിഗ്മ വി ആൻഡ് 3 സിഗ്മ ഡി മിറർ പ്ലെയിൻസ് ഉണ്ടാകും. അതേപോലെ തന്നെ യു വിൽ ഹാവ് വോട്ട് സിഗ്മ എച്ച് ആസ് വെൽ. ഹൊറിസോണ്ടൽ മിറർ പ്ലെയിൻസും ഉണ്ടാകും. ആൻഡ് യു വിൽ ബി ഹാവിങ് ഓൾസോ വോട്ട് S6 ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് റൊട്ടേഷൻ നിങ്ങൾക്ക് ഉണ്ടാകും. ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റൊട്ടേഷൻ ഫോളോഡ് ബൈ വോട്ട്? റൊട്ടേഷൻ ഫോളോഡ് ബൈ റിഫ്ലക്ഷൻ, ഫോളോഡ് ബൈ എന്തായിരിക്കും? റിഫ്ലക്ഷൻ ഉണ്ടാകും. ആൻഡ് ഓഫ് കോഴ്സ് യു വിൽ ഹാവ് വോട്ട്? സെൻറ്റർ ഓഫ് ഇൻവേർഷൻ. ഐ കൂടെ നിങ്ങൾക്ക് ഇവിടെ പ്രസൻ്റ് ആയിരിക്കും. സെൻറ്റർ ഓഫ് ഇൻവേർഷൻ. ഓക്കെ. എക്സ്പ്ലെയിൻ ദ പ്രോപ്പർ ആൻഡ് ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് സിമെട്രി. ഇംപ്രോപ്പർ ആക്സിസ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നോക്കിക്കോളൂ, എന്താണ് പ്രോപ്പർ ആക്സിസ് ഓഫ് സിമെട്രി എന്ന് പറഞ്ഞാൽ? പ്രോപ്പർ ആക്സിസ് ഓഫ് സിമെട്രി എന്ന് പറഞ്ഞാൽ if you rotate the molecule by 360 by n degree, then the molecule remains what? The geometry of molecules remains what? Unchanged. Geometry of molecule remains what? Unchanged. അതായത് നമ്മൾ വാട്ടറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്തോളൂ? നിങ്ങൾ ഇതാ C2 ആക്സിസ് ഓഫ് റൊട്ടേഷൻ ചെയ്തോളൂ. C2 ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പോൾ എന്തായിരിക്കും? ഇവരുടെ ജോമെട്രി എന്തായിരിക്കും? അൺചേഞ്ച്ഡ് ആയിരിക്കും. C2 ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പോൾ എന്തായിരിക്കും? ഇതിനെയാണ് നമ്മൾ പ്രോപ്പർ ആക്സിസ് ഓഫ് സിമെട്രി എന്ന് പറയുന്നത്. ഇനി ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് സിമെട്രി എന്ന് പറഞ്ഞാലോ? നമ്മളിപ്പോൾ കണ്ടു. ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് സിമെട്രി എന്താണ്? റൊട്ടേഷൻ ഫോളോഡ് ബൈ റിഫ്ലക്ഷൻ. ഓക്കെ. റൊട്ടേഷൻ ഉണ്ടാകും, അത് ഫോളോഡ് ബൈ എന്തായിരിക്കും? റിഫ്ലക്ഷൻ. നമ്മളിപ്പോൾ കണ്ടു ബെൻസീനിൽ എന്തുണ്ട്? ബെൻസീനിൽ S6 ഉണ്ട് അല്ലേ? S6 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? C6 പ്ലസ് എന്തായിരിക്കും? മിറർ പ്ലെയിൻ റിഫ്ലക്ഷൻ. ദിസ് ഇസ് ആക്ച്വലി കോൾഡ് വാട്ട്? യുവർ ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് സിമെട്രി. അപ്പോൾ ഇത്രയും കാര്യം കൊണ്ട് കംപ്ലീറ്റ് 2 മാർക്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഫ്രണ്ട്സിനോടൊപ്പം ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.